ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ചിരവൈരി പോരാട്ടമെന്നറിയപ്പെടുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിൽ ടീം ഇന്ത്യ തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണല്ലോ. 6 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ആധികാരിക വിജയം. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 241 റൺസിൽ ഒതുങ്ങിയപ്പോൾ മറുപടിക്കിറങ്ങിയ ടീം ഇന്ത്യ 45 പന്തും അതുപോലെ തന്നെ 6 വിക്കറ്റുകളും ബാക്കിയാക്കിക്കൊണ്ടാണ് ഏകപക്ഷീയമായി കൊണ്ട് കിടിലം വിജയം തന്നെ സ്വന്തമാക്കുന്നത്. കിങ് കോഹ്ലിയുടെ തകർപ്പൻ സെഞ്ചുറിയും അതുപോലെ തന്നെ ശ്രേയസ് അയ്യരുടെയും ശുഭ്മൻ ഗില്ലിന്റെയും ഒക്കെ ബാറ്റിംഗിലെ കസറലും ഒക്കെ തന്നെയാണ് ടീം ഇന്ത്യയുടെ വിജയം ഇത്ര എളുപ്പമാക്കിയതും. എന്തായാലും ഇന്ത്യക്കെതിരെയും തോറ്റതോടുകൂടെ ഇനി ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമിയിലേക്ക് എത്താൻ പാകിസ്ഥാന് മുമ്പിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇന്ത്യയുടെയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെയും നിലവിലെ സെമി ഫൈനൽ സാധ്യതകളെക്കുറിച്ചാണ്. എയിൽ ഉൾപ്പെടുന്ന ടീമുകളാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ന്യൂസിലാൻഡും അതുപോലെ തന്നെ ബംഗ്ലാദേശുമാണ് ഗ്രൂപ്പ് എയിൽ ഉൾപ്പെടുന്ന മറ്റ് 2 ടീമുകൾ. ഏതായാലും പാകിസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഇനി സെമി ഫൈനലിലേക്കുള്ള സാധ്യത എന്ന് പറയുന്നത് അവരെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതല്ല. മറ്റുള്ള ടീമുകളുടെ റിസൾട്ട് കൂടി അനുകൂലമായാൽ മാത്രമേ പാകിസ്ഥാന് ഇനി എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള സെമി ഫൈനൽ സാധ്യതയുണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും പുറത്താവലിന്റെ വക്കലിലാണ്, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു പടി പുറത്ത് പോയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓരോ ടീമുകൾക്കും 3 വിധം മത്സരങ്ങളാണ് കളിക്കാനുണ്ടാവുക. പാകിസ്ഥാൻ ഇതിനോടകം തന്നെ 2 കളികൾ കളിച്ചു കഴിഞ്ഞു. അതിൽ 2ലും തോൽക്കുകയും ചെയ്തു. ഇനി ഒറ്റ കളി മാത്രമാണ്, അതായത് ബംഗ്ലാദേശിനെതിരെയാണ് പാകിസ്ഥാന് മത്സരം ബാക്കിയുള്ളത്. അതിൽ തീർച്ചയായിട്ടും പാകിസ്ഥാന് ഇനി സെമി ഫൈനലിലേക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ബംഗ്ലാദേശിനെതിരെ വമ്പൻ മാർജിനിൽ വിജയം നേടിയെടുക്കുക. ഉൾപ്പെടുന്ന മറ്റുള്ള ടീമുകളുടെ റിസൾട്ട് അവർക്ക് അനുകൂലമായി വരികയും ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 8 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ 4 ടീമുകളുള്ള 2 ഗ്രൂപ്പുകളായാണ് മത്സരം നടക്കുന്നത്. ഇന്ത്യയും ന്യൂസിലാൻഡും ബംഗ്ലാദേശുമാണ് പാകിസ്ഥാന്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മറ്റ് ടീമുകൾ. പാകിസ്ഥാൻ നിലവിൽ 2 മത്സരങ്ങളിൽ നിന്ന് 2ലും തോറ്റത് കൊണ്ട് തന്നെ അവർക്ക് 0 പോയിന്റുകളാണുള്ളത്. അതെ, 2 കളികളും വിജയിച്ചുകൊണ്ട് ടീം ഇന്ത്യ സെമിയിലേക്ക് ഒരു കാലെടുത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ആദ്യ കളിയിൽ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ ന്യൂസിലാൻഡും സെമിയിലേക്കുള്ള വഴി വെട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, പാകിസ്ഥാന് ഇനി സെമി ഫൈനലിലേക്ക് എത്താൻ എന്തെങ്കിലും സാധ്യതകൾ ബാക്കിയുണ്ടെങ്കിൽ അത് അടുത്ത മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ തകർപ്പൻ വിജയം സ്വന്തമാക്കുക എന്നുള്ളതാണ്. മാത്രവുമല്ല, മറ്റുള്ള ടീമുകളുടെ റിസൾട്ട് അനുകൂലമായി വരികയും ചെയ്യണം. അതെങ്ങനെയാണ് ഇപ്പോൾ മറ്റുള്ള ടീമുകളുടെ റിസൾട്ട് പാകിസ്ഥാന് അനുകൂലമായി വരേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ന്യൂസിലാൻഡിനെ ബംഗ്ലാദേശ് തോൽപ്പിക്കണം. അതൊക്കെ നടക്കുമ്പോൾ അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ബംഗ്ലാദേശ് ന്യൂസിലാൻഡിനെ തോൽപ്പിക്കുകയാണെങ്കിൽ അതൊരു വല്ലാത്ത അട്ടിമറിയായി മാറും. അതുപോലെ തന്നെ അതിനുശേഷം 27-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെതിരെ വമ്പൻ വിജയം നേടിയെടുക്കുകയും ചെയ്യണം. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ബംഗ്ലാദേശിനെതിരെയുള്ള വെറും വിജയം കൊണ്ട് മാത്രം ഇനി പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതിനെല്ലാം പുറമെ മാർച്ച് 2-ന് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിക്കണം. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ ഇന്ത്യ ഒഴികെയുള്ള ടീമുകൾക്കെല്ലാം 2 പോയിന്റ് വീതമാവും. പിന്നീട് നടക്കുന്ന ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ പാകിസ്ഥാൻ തകർപ്പൻ വിജയം, വമ്പൻ മാർജിനുള്ള വിജയം നേടിയെടുക്കുകയാണെങ്കിൽ നെറ്റ് റേറ്റിൽ ആധിപത്യം പുലർത്തിക്കൊണ്ട് പാകിസ്ഥാന് ടീം ഇന്ത്യക്ക് പുറമെ തീർച്ചയായിട്ടും സെമിയിലേക്ക് കടക്കാൻ കഴിയും. ഇതൊക്കെ നടക്കണമെങ്കിൽ ഇനി വലിയ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ചുരുക്കം പറയുകയാണെങ്കിൽ, റിയലിസ്റ്റിക്കലി ചിന്തിക്കുമ്പോൾ പാകിസ്ഥാൻ ഇതിനോടൊക്കെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും പുറത്തു പോയി എന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ആ ഒരു കാര്യം ഒഫീഷ്യലി പറയണമെങ്കിൽ ഇന്ന് നടക്കാൻ പോകുന്ന ന്യൂസിലാൻഡും ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരത്തിൽ ബംഗ്ലാദേശ് ന്യൂസിലാൻഡിനെ തോൽപ്പിക്കണം. അത് മാത്രമാണ് ഇനി പാകിസ്ഥാന് മുന്നിൽ എന്തെങ്കിലും സാധ്യതകൾ ബാക്കി നിർത്തുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ടീമായിട്ടുള്ള ഇന്ത്യൻ ടീമിന്റെ സെമി ഫൈനൽ സാധ്യതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതുവരെ കളിച്ച 2 മത്സരത്തിലും തകർപ്പൻ വിജയം സ്വന്തമാക്കിയിട്ടുള്ള ടീം ഇന്ത്യ ഇപ്പോൾ തന്നെ സെമി ഫൈനലിലേക്ക് ഒരു കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത മത്സരത്തിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിക്കണമെന്ന് ടീം ഇന്ത്യക്ക് നിർബന്ധമില്ല. കാരണം ഇപ്പോൾ തന്നെ അവർ സെമി ഏതാണ്ട് ഉറപ്പാക്കിയ മട്ടാണ്. നേരത്തെ പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന ബംഗ്ലാദേശും ന്യൂസിലാൻഡും തമ്മിലുള്ള മത്സരത്തിൽ ന്യൂസിലാൻഡ് വിജയിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് സംഭവിക്കാനുള്ള സാധ്യതയെ നമ്മൾ ഇപ്പോൾ ഏതായാലും കാണുന്നുള്ളൂ. കിവീസ് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടീം ഇന്ത്യയും ന്യൂസിലാൻഡും തന്നെ ഗ്രൂപ്പ് എയിൽ നിന്നും സെമിയിലേക്ക് എത്തുന്ന ടീമുകളായി മാറുകയും ചെയ്യും. അത് 100% ഉറപ്പാവുകയും ചെയ്യും. ലെറ്റ്സ് വെയിറ്റ് സം മോർ ഹവേഴ്സ് എന്ന് തന്നെ ഇപ്പോൾ പറയാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.